ന്യൂസ് ചാനലുകളിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്ത ഈ ഒരു വാർത്ത ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. തിരുവനന്തപുരം പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് സ്കൂളിൽ PSC പരീക്ഷയിൽ ആൾമാറാട്ടത്തിന് ശ്രമം. ഹാൾ ടിക്കറ്റ് പരിശോധനയ്ക്കിടെ പരീക്ഷ എഴുതാനെത്തിയ ആൾ ഇറങ്ങിയോടി. രാവിലത്തെ യൂണിവേഴ്സിറ്റി LGS പരീക്ഷയിലാണ് ആൾമാറാട്ട ശ്രമം നടന്നത്. സർക്കാർ ജോലി എന്നത് ഓരോ ഉദ്യോഗാർത്ഥികളുടെയും സ്വപ്നമാണ്. ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനായി കഷ്ടപ്പെടുന്ന ഓരോ ഉദ്യോഗാർത്ഥികളുടെയും ആ ഒരു അർപ്പണ മനോഭാവത്തിന് പുല്ല് വില പോലും നൽകാത്ത ഈ ഒരു പ്രവൃത്തിയെ യാതൊരു വിധത്തിലുള്ള ന്യായീകരണവും അർഹിക്കുന്ന ഒന്നല്ല. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി തലസ്ഥാന നഗരിയിൽ പോലും നിയമത്തിന് ഭേദഗതി വന്ന് ദിവസങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെ ആൾമാറാട്ട ശ്രമം നടന്നു എങ്കിൽ ഈ ഒരു വ്യക്തി ഇതിനു മുമ്പ് ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് എന്ന് വേണം നാം കരുതേണ്ടിയിരിക്കുന്നത്. നമ്മുടെ നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്ത ഈ ഒരു കുറ്റകൃത്യത്തിന് തക്കതായ ശിക്ഷ നൽകണമെന്ന് മാത്രമല്ല, കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചവർക്കെതിരെയും നടപടി ഉണ്ടാകണം. ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ആരും തന്നെ മുതിരാതിരിക്കാൻ നിയമത്തിന്റെ ഒരാനുകൂല്യങ്ങളും ഇവർക്ക് നൽകരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സ്വന്തമായും PSC കോച്ചിംഗ് മുഖേനയും ഊണും ഉറക്കവും വെടിഞ്ഞ് രാപകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും സംതൃപ്തി വരുന്ന തരത്തിലുള്ള നടപടിയാവണം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവേണ്ടത്. ഈ ഒരു വിഷയത്തിൽ തുടരന്വേഷണമാണ് വേണ്ടത്. തലസ്ഥാന നഗരിയിൽ മാത്രമല്ല, മറ്റു ജില്ലകളിലെയും ഇത്തരം പ്രവൃത്തികൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭാവിയിൽ ആരും തന്നെ ഇതിന് മുതിരാതിരിക്കട്ടെ. തൊഴിൽ അത് അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെ എത്തിച്ചേരട്ടെ. സർക്കാരിന്റെ നടപടി അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒന്ന് തന്നെ ആകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.